മോൺത ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച് ആന്ധ്ര തീരം തൊട്ടു. ആയിരക്കണക്കിന് ആളുകളെ മുൻകൂട്ടി ഒഴിപ്പിച്ചതിനാൽ കനത്ത ആൾനാശമില്ല. 6 പേർ മരിച്ചെന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സ്ഥിരീകരിച്ച കണക്കുകളല്ല അത്. ഭവ്യ പാർവതിയുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി. ഭവ്യ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ആശങ്കപ്പെട്ടിരുന്ന മോൺത ചുഴലിക്കാറ്റ് തീരം തൊട്ടിരിക്കുകയാണ്. കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ കനത്ത ആൾനാശം ഒഴിവായി എന്നത് വലിയ ആശ്വാസമാണ്. അതോടൊപ്പം പ്രതീക്ഷിച്ചതുപോലെ ഒഡീഷയിൽ വലിയ ആൾനാശവും മറ്റ് നാശനഷ്ടങ്ങളും ഒന്നും റിപ്പോർട്ടും ചെയ്തിട്ടില്ല. അതേസമയം ആന്ധ്രയിൽ കനത്ത മഴ തുടരുകയാണല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ മോൺത വലിയ ആശങ്ക വിധിച്ച് വലിയ നാശം വിധിച്ച് തന്നെയാണ് ആന്ധ്ര തീരത്ത് തൊട്ടത്. പക്ഷേ അപ്പോൾ പോലും ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ ബുള്ളറ്റിൻ അനുസരിച്ച് നിലവിൽ ആശങ്ക ഒഴിയുകയാണ്. മോൺതയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക ഒഴിയുകയാണ് എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല, ആന്ധ്രാപ്രദേശിലുള്ള റെഡ് അലേർട്ടുകൾ പിൻവലിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി അടുത്ത 6 മണിക്കൂറിൽ വീണ്ടും ഈ ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയുമെന്നുള്ള റിപ്പോർട്ടാണ് ഏറ്റവും പുതുതായി ലഭ്യമാകുന്നത്. നിലവിൽ മോൺത സാധാരണ ചുഴലിക്കാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ശക്തി നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. ഇനി വരുന്ന 6 മണിക്കൂറിൽ വീണ്ടും അതിൻ്റെ ശക്തി കുറഞ്ഞ് വലിയ തരത്തിൽ അതിൻ്റെ തീവ്രത കുറയുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ അപ്പോൾ പോലും 6 മരണം, ഈ വലിയ കെടുതിയിൽ 6 മരണം റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് സ്ഥിരീകരിക്കുന്ന വിവരമല്ല. പക്ഷെ അപ്പോൾ പോലും അത്തരത്തിലൊരു സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. 6 മരണം ഈ ആന്ധ്രാപ്രദേശിൽ ഈ വലിയ ചുഴലിക്കാറ്റിൻ്റെ കെടുതിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏറ്റവും പ്രധാനമായി വലിയ നാശനഷ്ടം തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ കൃത്യമായ മുൻകരുതലുകൾ, മുന്നൊരുക്കങ്ങൾ ആന്ധ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് വലിയൊരു നാശത്തിലേക്ക്, വലിയ തീവ്ര ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം വലിയ മുൻകരുതലുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നതിനെ തുടർന്ന് ആന്ധ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. ആന്ധ്ര സർക്കാർ മാത്രമല്ല, ആന്ധ്ര, ഒഡീഷ, തമിഴ്നാട് സർക്കാരുകളെല്ലാം സുസജ്ജമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലേക്ക്, വലിയ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത്. പക്ഷെ അപ്പോൾ പോലും വലിയ കെടുതികൾ സംഭവിച്ചിരിക്കുന്നു ആന്ധ്രയിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 43,000-ലധികം ഹെക്ടർ കൃഷികൾ പൂർണ്ണമായും നശിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതുമാത്രമല്ല, വൈദ്യുതി മേഖലയിൽ 22,000 കോടിയുടെ നഷ്ടം ആന്ധ്രയിൽ ഉണ്ടായിരിക്കുന്നു. സബ് സ്റ്റേഷനുകൾ, ട്രാൻസ്ഫോമറുകൾ എന്നിവ വ്യാപകമായി തകർന്നിരിക്കുകയാണ് ആന്ധ്രയിൽ. അതുമാത്രമല്ല, ഇപ്പോൾ ഇതാ ശ്രീകാകുളം, വിജയനഗരം, വിശാഖപട്ടണം തുടങ്ങിയ ജില്ലയിൽ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണ്. റെഡ് അലർട്ടുകൾ പിൻവലിച്ചെങ്കിൽ കൂടി നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾക്ക് അവിടെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആളുകൾ ഈ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശം ഇപ്പോഴും നൽകിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ദുരന്ത നിവാരണ സേനകൾ പൂർണ്ണമായി അവിടെ സജ്ജമാണ്. സൈന്യത്തെ അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു ആന്ധ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ 20 ട്രെയിനുകൾ വിശാഖപട്ടണത്തിൽ നിന്ന് റദ്ദാക്കിയിരിക്കുന്നു. പൂർണ്ണമായും ആന്ധ്രയിൽ 20 ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നു. വിശാഖപട്ടണത്തിൽ നിന്ന് പുറപ്പെടേണ്ട 32 വിമാനങ്ങളും വിജയവാഡയിൽ നിന്നുള്ള 16 വിമാനങ്ങളും റദ്ദാക്കി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അപ്പോൾ പോലും ഒഡീഷയിൽ ഈ മോൺത ചുഴലിക്കാറ്റ് വലിയ തരത്തിൽ നാശം വിതച്ചിട്ടില്ല, അല്ലെങ്കിൽ വലിയ തരത്തിൽ ഒഡീഷയെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തമിഴ്നാട്ടിലെ ചെന്നൈ അടക്കമുള്ള പല ഇടങ്ങളിലും വലിയ തരത്തിൽ മഴ ഇപ്പോഴും തകൃതിയായി പെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ മോൺത തമിഴ്നാടിനെയും വലിയ തരത്തിൽ സാരമായി ബാധിച്ചിട്ടില്ല. മഴ തുടരുന്നു എന്നുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മോൺത വടക്കോട്ട് നീങ്ങുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും മഴ കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. പക്ഷെ അപ്പോൾ പോലും തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ ഇവിടെ യെല്ലോ അലേർട്ട് ഉണ്ട്. ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും മോൺത ചുഴലിക്കാറ്റ് വലിയ തരത്തിൽ കേരളത്തെയും ബാധിച്ചിട്ടില്ല എന്നു തന്നെയാണ് വ്യക്തമാക്കുന്നത്. മോൺത പൂർണ്ണമായി വടക്കോട്ട് മാറുന്നതോടുകൂടി കേരളത്തിലും മഴയുടെ സാഹചര്യം, മഴ കുറയുമെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ അപ്പോൾ പോലും കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. എന്തായാലും മോൺതയുമായി ബന്ധപ്പെട്ട ആശങ്ക അത് ഒഴിയുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നൽകാനുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സാഹചര്യങ്ങൾ ഓരോ മണിക്കൂറിലും വിലയിരുത്തുന്നൊരു കാര്യമുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൃത്യമായി ഫോണിൽ സംസാരിക്കുകയും എന്താണ് സാഹചര്യമെന്ന് ആരായുകയും ചെയ്തിരുന്നു. ഏതൊരു അടിയന്തര
സാഹചര്യം ഉണ്ടായാലും അത് നേരിടാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കണമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കം നേരത്തെ തന്നെ ആന്ധ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ആന്ധ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് വലിയൊരു കെടുതിയിലേക്ക്, വലിയൊരു നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ആന്ധ്രയിൽ എടുത്ത മുൻകരുതലുകൾ ഒന്ന് എന്ന് പറയുന്നത് വീടിന് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം കർശനമായി അവിടെ നിലനിൽക്കുന്നു. ആ മുന്നറിയിപ്പ് ഇപ്പോഴും ആന്ധ്രയിൽ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, നേരത്തെ തന്നെ ഈ മോന്ത ചുഴലിക്കാറ്റ് വരുന്നു എന്ന റിപ്പോർട്ടുകൾ ലഭ്യമായ ഉടനെ തന്നെ കൃത്യമായി കടകളിൽ നിന്ന് ആളുകളെ, അതായത് ഈ ബീച്ചിനും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന്, ബീച്ച് സൈഡിൽ നിന്ന്, ഫുട്പാത്തുകളിൽ നിന്ന് ആളുകളെ കൃത്യമായി ഒഴിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആളുകൾക്ക് വരുന്നതിനുള്ള വിലക്ക് അവിടെ ഉണ്ടായിരുന്നു. അത് പിന്നെ ദുരന്ത നിവാരണ സേനയെ കൃത്യമായി വിന്യസിച്ചു. ഗർഭിണികളെ അടക്കം ആശുപത്രികളിലേക്ക്, ഗർഭിണികളെ, വയോധികരെ അടക്കം ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തി. അങ്ങനെ താഴെ തട്ടിൽ നിന്ന് പോലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രമീകരണങ്ങൾ ആന്ധ്ര സർക്കാർ വളരെ കൃത്യമായി ചെയ്തു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ എന്തായാലും ആ മുന്നൊരുക്കങ്ങൾ കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് കാര്യങ്ങൾ അവസാനിച്ചില്ല. ഇപ്പോഴിതാ വരുന്ന ഏറ്റവും പുതിയ ബുള്ളറ്റിൻ അനുസരിച്ച് മോന്തയുടെ ആശങ്ക ഒഴിയുകയാണ്. നിലവിൽ ഓറഞ്ച് അലർട്ട് മാത്രമാണ് ആന്ധ്രാപ്രദേശിൽ ഉള്ളത്. ഇപ്പോഴും പക്ഷേ കനത്ത മഴ 12ഓളം ജില്ലകളിൽ ആന്ധ്രയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. എന്തായാലും നിലവിൽ ആശങ്ക അത് ഒഴിയുകയാണ്. കേരളത്തിലും മഴ കുറയുന്നുണ്ട്. ഒപ്പം ഒഡീഷയിൽ വലിയ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. തമിഴ്നാട്ടിലും വലിയ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. എന്തായാലും മോന്തയുടെ ആശങ്ക അത് ഒഴിയുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആര്യ. യെസ്, ഭവ്യ പാർവതിയാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മോന്ത ചുഴലിക്കാറ്റിന്റെ ആശങ്ക ഒഴിയുന്നു എന്നത് വലിയ ആശ്വാസകരമാണ്. എന്തായാലും ആന്ധ്രയിൽ കനത്ത നാശനഷ്ടം വിതച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചതിനാൽ തന്നെ വലിയ ആൾനാശം ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. 6 പേർ മരിച്ചു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും ശക്തമായ മഴ ആന്ധ്രയിൽ തുടരുകയാണ്. അതിനാൽ തന്നെ വിവിധ ട്രെയിൻ സർവീസുകളും വിമാന സർവീസുകളും എല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും ഒഡീഷയിലും ഒന്നും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും വിതയ്ക്കാൻ മോന്തയ്ക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും മോന്തയുടെ പ്രഭാവം അത് കുറഞ്ഞിട്ടുണ്ട്, ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇനി കേരളത്തിലെ സാഹചര്യം നമുക്ക് ഒന്നുകൂടി വിശദമായി ഒന്ന് പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും എന്നതാണ് സാഹചര്യം. പക്ഷേ മോന്തയുടെ പ്രഭാവത്താൽ അതിശക്തമായ മഴ ഉണ്ടാകാനുള്ള സാഹചര്യമില്ല എന്നതാണ് പ്രവചനം. തെക്കൻ കേരളത്തിൽ ആണ് മഴ മുന്നറിയിപ്പ് കൂടുതലായിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഭവ്യ പാർവതി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഭവ്യ, നമ്മൾ കേരളത്തിലെ സാഹചര്യം മുമ്പേ ഒന്ന് സൂചിപ്പിച്ചു പോയതാണ്. വിശദമായ അലേർട്ടുകളിലേക്ക് കടന്നാൽ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ, ശക്തമായ ഇടിയും കാറ്റുമൊക്കെ പ്രവചിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും ആര്യ, സംസ്ഥാനത്തും മഴ ഇപ്പോഴും തുടരുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടങ്ങളിലും തുടരുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും മുന്നറിയിപ്പുകളുള്ളത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് സംസ്ഥാനത്ത് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. അതുമാത്രമല്ല, കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് അതിപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ ഇടിയോടും മിന്നലിനോടും കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വളരെ കൃത്യമായി മുന്നറിയിപ്പുകൾ നൽകുന്നു. അതുമാത്രമല്ല, പലയിടങ്ങളിലും നമ്മൾ ഇന്നലെ അടക്കം കണ്ടതാണ്, ദേശീയപാത 66 വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നു. അടിമാലിയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. അത്തരത്തിൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വൃഷ്ടിപ്രദേശങ്ങൾ അടക്കം മഴയുണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ മണ്ണിടിച്ചിലിനുള്ള സാധ്യത പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച്, അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഈ രാത്രികാല യാത്രകളൊക്കെ വളരെ കുറയ്ക്കുന്നത് നന്നാകുമെന്നുള്ള റിപ്പോർട്ടുകൾ അവരുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുകൾ ലഭ്യമാകുന്നുണ്ട്. കാരണം മണ്ണിടിച്ചിലിനുള്ള സാധ്യത പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പോഴും തെക്കൻ കേരളത്തിൽ ഇപ്പോൾ മഴ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ മോന്തയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മോന്ത ചുഴലിക്കാറ്റിൻ്റെ ഒരു ചെറിയ പ്രഭാവം കേരളത്തിലും ഉണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ തുടർച്ചയായി മഴകൾ ഉണ്ടാകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. അപ്പോഴും മോന്ത ചുഴലിക്കാറ്റ് പൂർണ്ണമായി വടക്കോട്ട് നീങ്ങുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും മഴ കുറയും എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. എന്തായാലും നിലവിൽ യെല്ലോ അലേർട്ടുകൾ കേരളത്തിലുണ്ട്. അത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. എന്തായാലും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. ഇടിയോടും മിന്നലിനോടും കൂടിയുള്ള മഴയ്ക്ക് കനത്ത മഴയ്ക്കാണ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധ്യത എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ആര്യ. യെസ്, ഭവ്യ പാർവതിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.